ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് കുറേ പേര് ചോദിക്കുന്നുണ്ട് സെയിലിനുണ്ടോയെന്ന്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ബോർഡർ പോലെ വെച്ചേക്കുന്നത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ഉണ്ടാ. അപ്പോൾ ഇതുപോലത്തെ മദർ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ കട്ടിങ് എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ അതെ ഇതുപോലത്തെ പ്ലാന്റുകളാണ് കേട്ടോ, സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇത്രയും ഹൈറ്റ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിയിട്ട് ഇതിൻ്റെ കമ്പുകൾ ഒടിച്ച് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡർ പോലെ പിടിപ്പിക്കാൻ പറ്റും ഈ പ്ലാന്റ്. അപ്പോൾ ഇതിന് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്രയും ഉണ്ട് ടൈപ്പ് പ്ലാന്റ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിയിട്ട് ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും. ഇതുപോലെ കമ്പുകൾ ഒടിച്ച് കുത്താട്ടാ. ഒടിച്ച് ഓയാസിസിൽ കുത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേര് പിടിക്കും കേട്ടോ. വേഗം വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും ഓയാസിസിൽ. അപ്പോൾ ഏത് നേരം തണവ് നിൽക്കണ കാരണം കൊണ്ട് തന്നെ അതിനകത്ത് ഇത് വേര് വേഗം പിടിച്ചോളും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ നമ്പർ കൊടുക്കുക. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതുപോലത്തെ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചേക്കണം കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതുപോലെ ചുറ്റും ബോർഡറായിട്ട് ഈ ഒരു പ്ലാന്റാണ് വെച്ചേക്കുന്നത്. ഇതിന് വലിയ മെയിൻ്റെനൻസ് ഇല്ലാത്ത ഒരു പ്ലാന്റാണ്. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൈറ്റിന് നമ്മൾ വെട്ടി കൊടുത്തേക്കണം കേട്ടോ. വലിയ ഹൈറ്റ് പോകുമ്പോഴാണ് അത്ര വലിയ പ്ലാന്റായിട്ട് കിട്ടുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നല്ല വെയിലായതുകൊണ്ടാണ് ഈ കളറിൽ നിൽക്കണേ. തണലത്തേക്ക് വരുമ്പോൾ ഇത് ഗ്രീൻ കളറായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തണലത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് വെയിലത്തേക്ക് വെച്ചാലും ഈ യെല്ലോ കളർ തന്നെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് തണലത്ത് നിൽക്കണ പ്ലാന്റാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഗ്രീൻ കളർ വന്നേക്കണം. നമ്മുടെ എലിഞ്ഞിയുടെ ചോട നിൽക്കണ പ്ലാന്റുകളായിട്ട് ഇതൊക്കെ. അപ്പോൾ ഈ പ്ലാന്റുകൾ അധികമായിട്ടില്ല വെച്ചിട്ട് ഇതുപോലെ കമ്പുകൾ ഒടിച്ച് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ മണ്ണിൽ നടുമ്പോൾ പെട്ടെന്ന് വേര് പിടിക്കാൻ ഇതിന് ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ ഓയാസിസിലാണെങ്കിൽ നട്ടിട്ട് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വേഗം ഒറ്റയടിക്ക് ബോർഡർ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ ഓയാസിസിലാവുമ്പോഴേക്കും വേര് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ബോർഡർ പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനി തിങ്കളാഴ്ച കാണാം കേട്ടോ. പുതിയൊരു നല്ലൊരു ഗാർഡൻ വീഡിയോ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം.